ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജറിൻ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി, നിങ്ങൾ ഇങ്ങനെ നെറ്റിൽ നോക്കിയിട്ടാ പ്രശ്നം. നെറ്റിൽ നോക്കാതെ കിതാബ് നോക്കി, എന്നാലേ അപ്പുറം ഇപ്പുറം ഒക്കെ എന്തൊക്കെയാ ഉള്ളതെന്ന് തിരിയുള്ളൂ. അപ്പൊ നോക്ക്, വകുല്ലു മാ ലം യകുൻ ഫീ സമനിഹി യുസമ്മ ബിദ്അ. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ബിദ്അ എന്ന് പറയും. ലാകിന്ന മിൻഹാ മാ യകൂനു ഹസനൻ. എന്നാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത പല സംഗതികളിലും നല്ലതാണ്. വമിൻഹാ മാ യകൂനു ബിഖിലാഫ്. അല്ലാത്തതും ഉണ്ട്. എത്ര കൃത്യാണ്! റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത എല്ലാ സംഗതികൾക്കും ബിദ്അ എന്ന് പറയാം, പക്ഷേ അതിൽ തന്നെ നല്ലതും അല്ലാത്തതും ഉണ്ട്. ഇബ്നു ഹജറിൻ അസ്ഖലാനി രേഖപ്പെടുത്തുകയാണ് ഫത്ഹുൽ ബാരി. എന്നിട്ടോ വീണ്ടും അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് കൃത്യമായി വിശദീകരിക്കുകയാണ്. വസ്തുദില്ല ബിഹി അലാ ജവാസി ഇഹ്ദാസി ദിക്രിൻ ഫി സ്വലാത്തി ഗൈരി മഅ്സൂരിൻ ഇദാ കാന ഗൈറ മുഖാലിഫിൻ ലിൽ മഅ്സൂർ. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജറിൻ അസ്ഖലാനി പറയാം, നിസ്കാരത്തിൽ പുതിയ ദിക്ർ കണ്ടുപിടിക്കൽ അനുവദനീയമാണ്. ആരാ പറഞ്ഞ്? അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ലാത്ത പുതിയ ദിക്ർ നിസ്കാരത്തിൽ കണ്ടുപിടിക്കൽ അനുവദനീയാണ്. നിങ്ങൾക്കും ചെല്ലാം, അത് അനുവദനീയമാണ്. ഇദാ കാന ഗൈറ മുഖാലിഫിൻ ലിൽ മഅ്സൂർ. ആ ദിക്ർ എന്താവാൻ പാടില്ല? ഹബീബ് പഠിപ്പിച്ചതിന് എതിരാവാൻ പാടില്ല. ഹബീബ് പഠിപ്പിച്ച ദിക്റിന് എതിരല്ലാത്ത, പഠിപ്പിക്കാത്ത ദിക്ർ നിസ്കാരത്തിൽ കടത്തിക്കൂട്ടാം. നിങ്ങളെ ഭാഷയാണ് കേട്ടോ എന്നതിന് ഈ ഹദീസ് രേഖയാണ് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജറിൻ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ തന്നെ രേഖപ്പെടുത്തുന്നു. അപ്പൊ ശറഇൽ നബി തങ്ങള് പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യം പഠിപ്പിച്ചതിന് വിരുദ്ധമല്ലാത്ത രീതിയിൽ കടത്തി കൂട്ടിയാൽ അത് ദിക്റാണെങ്കിലും ഇബാദത്തിലാണെങ്കിൽ പോലും ഒരു പ്രശ്നവുമില്ല എന്ന് പഠിപ്പിച്ച ഇമാമാണ് ബഹുമാനപ്പെട്ട അൽ ഇമാം ഇബ്നു ഹജറിൻ അസ്ഖലാനി.